ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്നത്തെ റെസിപ്പി വിഷു അല്ലേ വരാൻ പോണേ. അപ്പോൾ എന്താ വേണ്ടത്? പായസം വേണ്ടേ? അപ്പോൾ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പഞ്ചാര പായസം തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് പഞ്ചാര പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റാണ്. വലിയ പണിയൊന്നുമില്ല. പിന്നെ നെയ്യ് ചേർക്കുന്നില്ല, അണ്ടിപ്പരിപ്പൊന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു നല്ല പഞ്ചാര പായസം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. അതിന് മുന്നേ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും. അപ്പോൾ അത് മറക്കാതെ പ്രസ് ചെയ്താണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. ഇനി നമുക്ക് പഞ്ചാര പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഉണക്കല്ലേരിയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കല്ലേരി 1.5 ഗ്ലാസ്, ഇതുപോലെയുള്ള 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലിന് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാലായാലും 1.5 ലിറ്റർ പാലായാലും കണക്ക് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ പാലിൽ മാത്രമാണ് പായസം വെക്കുക വെച്ചെങ്കിൽ അതൊക്കെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ 1 ലിറ്റർ മതിയാവും. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. അത്ര നേരമൊന്നും വെക്കുന്നില്ല, ഇതൊന്ന് കഴുകിയെടുക്കണ്ടേ. അപ്പോൾ അതിനനുസരിച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റോളമൊക്കെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെക്കാറുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി കഴുകിയെടുക്കും. അപ്പോൾ ഇതിൻ്റെ കളറ് വെള്ള കളറാണ് പായസം ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനായിട്ട് നന്നായി കഴുകണം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി. അപ്പോൾ ഞാൻ നന്നായി കഴുകിയെടുക്കുകയാണ്. ഈ തവിടിൻ്റെ കളറൊക്കെ മാറിയിട്ട് വെള്ള കളറായിട്ട് നമുക്ക് ഈ അരി കിട്ടും. അപ്പോൾ നമ്മൾ പച്ചരി എടുക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് കേട്ടോ. നല്ല വൈറ്റ് കളറ് പച്ചരി എടുക്കുകയാണെങ്കിലും ഈ പായസത്തിന് നല്ല തന്നെയാണ്. പക്ഷേ സാധാരണ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് ഉണക്കലരി വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അരിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ഞാൻ കുക്കറിലാണ് അരി വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ വറ്റിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്യുക വെച്ചെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ ഗ്യാസിൻ്റെ ഇത് നഷ്ടമാവും. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ പെട്ടെന്ന് അരി വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളവും 1/2 ലിറ്റർ പാലും പിന്നെ 1 കപ്പ് പഞ്ചസാര നമ്മൾ 1 കപ്പാണ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ മധുരം നോക്കിയിട്ട് ആവശ്യാനുസരണം പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തു. 1/2 ലിറ്റർ പാല്, പിന്നെ 1/2 ഗ്ലാസ് വെള്ളം, 1 കപ്പ് പഞ്ചസാര. ഇനി ഞാൻ മൂടി വെച്ചിട്ട് 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ ആക്കും. അപ്പോൾ നന്നായിട്ട് പാകത്തിന് വേവായി കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3ഓ 4ഓ വിസിൽ ആക്കാൻ പോവാണ്. നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് നിങ്ങൾ വിസിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റവിലേക്ക് കയറ്റട്ടെ. കുക്കറിനെ സ്റ്റവിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് സ്റ്റീം വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? കുക്കറിൻ്റെ വെയിറ്റ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ അത് ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ വെയിറ്റ് വെച്ച് കൊടുക്കട്ടെ. 3 വിസിലാണ് എൻ്റെ കുക്കറിന് ഇത് വേവാൻ വേണ്ടത്. നിങ്ങളുടെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യുക കേട്ടോ. ഉരുളിയിലൊക്കെയാണ് വേവിക്കണേ ചെയ്യാൻ കുറേ സമയം എടുക്കും അരി വേവാൻ. ഇപ്പോൾ 3ാമത്തെ വിസിലും കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ആറിയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാൻ എന്താ കുക്കർ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയായിട്ടത് മറന്നുപോയോ? ഞാൻ പറഞ്ഞുതരാം. കുക്കറിൽ അരി കഴുകിയിട്ടു. അതിന് ശേഷം പാല് 1/2 ലിറ്റർ, 1/2 ഗ്ലാസ് വെള്ളം, പഞ്ചസാര 1 കപ്പ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കറിൽ 3 വിസിൽ അടുപ്പിച്ചെടുത്തു. അപ്പോൾ അതിന് ശേഷം തുറന്നപ്പോഴാണ് 3 വിസിൽ കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്നതാണ് ഈ കാണുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ കറക്റ്റ് പാകത്തിനായി കിട്ടും. ഇനി 1/2 ലിറ്റർ പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ആദ്യം 1/2 ലിറ്റർ ഒഴിച്ചു. അത് കഴിഞ്ഞ് വേവിച്ചതിന് ശേഷം ഇപ്പോൾ തുറന്ന് വീണ്ടും 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് മധുരം നോക്കണം കേട്ടോ. മധുരം കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കണം. ആവശ്യാനുസരണം മധുരം കൂട്ടുക കുറയ്ക്കുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി മധുരം വേണം. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ, അതായത് 2 ടേബിൾ സ്പൂണോളം മധുരം ഇനിയും ചേർക്കുന്നുണ്ട്. പാലൊഴിച്ചുല്ലോ കുറച്ചും കൂടി. അപ്പോൾ അതിനുള്ള മധുരവും വേണം. പിന്നെ എനിക്ക് കുറച്ചും കൂടി മധുരം പാകം കുറവാന്ന് തോന്നിയ കാരണം കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കണം. അതായത് കണ്ടില്ലേ. അപ്പോൾ 2-2.5 ടേബിൾ സ്പൂണോളം ഉണ്ട് ഈ വലിയൊരു കയ്യിൽ. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തു. ഇനി 10-20 മിനിറ്റ് ഇതേപോലെ തന്നെ അങ്ങോട്ട് ഇളക്കി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും ചെയ്യും. എത്ര നേരവും വയ്ക്കണം അത്രയും നല്ലതാട്ടോ. പക്ഷേ പാല് വറ്റാതെ നോക്കണം. അതുപോലെ തന്നെ പാട കെട്ടാതെ നോക്കണം. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ തിളപ്പിച്ച പാൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 20 മിനിറ്റും കൂടി ഇങ്ങനെ ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യും. 20 മിനിറ്റ് കഴിഞ്ഞു. സ്റ്റവ് ഓഫ് ചെയ്തു. നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഗുരുവായൂരൊക്കെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് പായസ കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുമ്പോഴുള്ള മണമാണ് ഈ അടിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പാൽപ്പായസം റെഡിയാണ്. കണ്ടില്ലേ. അപ്പോൾ നമ്മളുടെ വിഷുവിന് അടിപൊളി ഗുരുവായൂർ പഞ്ചാര പായസം തന്നെ
ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതാ ഈ വിഷുവിന് പഞ്ചാര പായസം തന്നെ ആയിക്കോട്ടെ. വലിയ പണിയൊന്നുമില്ലല്ലോ. നമ്മൾ ബാക്കിയുള്ള പായസങ്ങളൊക്കെ ഉണ്ടാക്കണേക്കാട്ടും നല്ല എളുപ്പമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? പാലൊഴിക്കും, പഞ്ചസാര ഇടും, കുറച്ച് വെള്ളം ഒഴിക്കും, അരിയിടും, കുക്കറിൽ ഷീന്നൊരു 3 വിസിൽ, അപ്പോഴത്തേക്കും പായസം റെഡി. അപ്പോൾ ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പഞ്ചാര പായസമാണ്. നമ്മളുടെ തനതായ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക. പിന്നെ പഴയ പോലെ ആരും അങ്ങനെ സപ്പോർട്ടൊന്നും തരുന്നില്ല. ഉള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയുന്നവരുടെ അടുത്തൊക്കെ ഒന്ന് പറയുക, ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്നതായിരിക്കും പറ്റണ പോലെ കേട്ടോ. നമുക്കിവിടെ കൂടുതൽ സംഭവങ്ങളൊന്നും കിട്ടില്ല, ടൗണിലേക്കൊക്കെ പോകണം, അതുകൊണ്ടാണ് ലേറ്റ് ആക്കുന്നത്. പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും വിഷു അടിച്ചു പൊളിക്കുക. ടാറ്റാ, താങ്ക് യു.